പെറ്റ്സിൻ്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം ഞാൻ ഈ ആക്രമിക്കുന്ന ഫോട്ടോ എടുക്കുക, അല്ലെങ്കിൽ ബ്രീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫോട്ടോ എടുക്കുക, ഇതൊക്കെയെന്ന് വെച്ചാൽ നമ്മൾ ബ്രീഡ് ചെയ്യുന്ന സമയത്ത് അതിനെ ശല്യപ്പെടുത്തരുതെന്നൊക്കെ അല്ലേ? അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. തീർച്ചയായും ഈ ആക്രമിക്കുന്ന ഫോട്ടോസ് എടുക്കാൻ പാടില്ല എന്ന് പറയുന്നതിനകത്ത് കാര്യമില്ല. ആക്രമിക്കാൻ അത് പ്രകൃതി നിയമമാണ്. അല്ല, നമ്മുടെ അവൻ്റെ ബോൺ ഇൻസ്റ്റിങ്ക്റ്റ് ആണ് അവൻ പ്രകടിപ്പിക്കുന്നത്. ബ്രീഡിംഗ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫീഡിംഗ് എന്ന് പറയുന്ന ഒരു മൊമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് സ്വാഭാവികമായി അവൻ്റെ സ്വകാര്യത, അവൻ്റെ പേഴ്സൺ, അവൻ്റെ ഒരു സ്വകാര്യത അവൻ ആവശ്യപ്പെടുന്ന ഒരു സന്ദർഭമാണ്. ആ ഒരു സന്ദർഭത്തിൽ നമ്മളവരെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു രീതിയിൽ, ഒരു ഡിസ്റ്റൻസിൽ അവരെ നിന്ന് ചെയ്യുന്നതിനോട്ട് ഒരു എതിർപ്പുണ്ട്. പിന്നെ മാത്രമല്ല, നമ്മുടെ പല ബേഡിങ് സാങ്ച്വറികളെന്നും പറയപ്പെടുന്ന പല സ്ഥലങ്ങളിലും ഞാൻ പോകാറില്ലാത്തതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവിടുത്തെ സംവിധാനങ്ങളോടൊരു ചെറിയ എതിർപ്പുണ്ട്. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈഡുകളുണ്ടാക്കി ഒരുപാട് സമയം ഇതിന് പുറമെ സ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ, ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ ആവശ്യകതയ്ക്ക് വേണ്ടി ഹൈഡുകളുണ്ടാക്കി കൃത്യമായി ബേഡ്സ് വരുന്ന ഒരു സാഹചര്യം ഒരുക്കി, ബേഡ്സിന് കൃത്രിമമായി തീറ്റ വെച്ച് ഒരു മരത്തിലോ അല്ലെങ്കിൽ ഒരു കമ്പിലോ പുഴുക്കളയോ അല്ലെങ്കിൽ അതുപോലുള്ള തീറ്റകളൊക്കെ വെച്ച് അവരെ ആകർഷിച്ച്, ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി മാത്രമായിട്ട് അവരെ ആകർഷിച്ച് ഫോട്ടോകൾ എടുക്കുന്ന ഒരു പ്രവണത, അതിനോട് എന്തോ എനിക്ക് യോജിപ്പില്ല. ഇത് കാണുന്നത് ഈ റാക്കൽട്ടൈ ട്രോങ്കോ എന്ന് പറഞ്ഞൊരു വേർഡുണ്ട്. അത് കാട് മുഴക്കി എന്നാണ് എൻ്റെ മലയാളത്തിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മിമിക്രികളാണ് ഈ കേൾക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു കഥയുണ്ട്. പുള്ളിക്കാരൻ്റെ കഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ആദിവാസി വിഭാഗങ്ങൾക്കിടയിൽ പ്രചാരത്തിലുള്ളൊരു കഥയാണ്. അതായത് ഇദ്ദേഹത്തിന് ഒരു 18ഓളം പക്ഷികളെ ഇമിറ്റേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഇദ്ദേഹം നമ്മുടെ വീട്ടിൻ്റെ പരിസരത്തൊക്കെ വന്ന് നമ്മുടെ പൂച്ചയെ ഇമിറ്റേറ്റ് ചെയ്യും. കൃത്യമായിട്ട് പൂച്ച കരയുന്നൊരു കരയാറുണ്ട്, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ 18ഓളം പക്ഷികളെ അനുകരിക്കാനുള്ള കഴിവ് കിട്ടിയതിൻ്റെ ഒരു കഥ നമ്മുടെ ആദിവാസി വിഭാഗങ്ങൾക്കിടയിൽ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് ഈശ്വരൻ പക്ഷികളെയൊക്കെ സൃഷ്ടിച്ചിട്ട് ഓരോ പക്ഷിക്കും അവരുടെ ഭാഷ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അദ്ദേഹം ഒരു ക്ലാസ് കണ്ടക്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ ക്ലാസ് കണ്ടക്ട് ചെയ്ത സമയത്ത് ആദ്യം വന്നത് നമ്മുടെ റാക്കൽട്ടൈ ട്രോങ്കോയാണ്. ആദ്യം വന്നത് നമ്മുടെ റാക്കൽട്ടൈ ട്രോങ്കോയാണ്. അപ്പോൾ അദ്ദേഹത്തിന് അന്ന് ഇദ്ദേഹത്തിൻ്റെ വാലിലൊരു പ്രത്യേകമാണ്. വാലിൽ 2 വലിയ തൂവൽ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് പണ്ട് ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് മയിലിനെ പോലെ വലിയ പീലി ഉണ്ടായിരുന്നു. അതായത് വാലിൽ നിറയെ അതുപോലുള്ള തൂവലുകളായിരുന്നു. ഇദ്ദേഹം ഈ ക്ലാസ്സിൽ ആദ്യം വരുന്ന ഇദ്ദേഹമാണ്. അപ്പം ദൈവം ഇദ്ദേഹത്തിനുള്ള സ്വന്തമായ ഭാഷ പഠിപ്പിച്ചു. പക്ഷേ അദ്ദേഹം പോയില്ല. പുള്ളി അവിടെ ഇരുന്നു ഡെഡിക്കേറ്റഡായിട്ട് ബാക്കിയുള്ള 17-18ഓളം പക്ഷികളുടെ ഭാഷ മുഴുവൻ പുള്ളി തന്നെ അവിടെ പഠിച്ചു. ബാക്കിയുള്ള പക്ഷികളെല്ലാം വരുന്നു, അവരുടെ ഭാഷ പഠിക്കുന്നു, പോകുന്നു. ഇദ്ദേഹം പോകത്തില്ല. ഇദ്ദേഹം അവിടെ ഇരുന്ന് കുറേ ദിവസങ്ങൾ അവിടെ ഇരുന്ന് മെനക്കെട്ട് ഈ ഭാഷകളെല്ലാം പഠിച്ചപ്പോഴത്തേന് എന്തോ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡെഡിക്കേഷൻ കൊണ്ട്, ഈ ശ്രദ്ധ കൂടുതൽ കൊണ്ട് അദ്ദേഹത്തിൻ്റെ തൂവൽ മൊത്തം, ഈ പീലി മൊത്തം ചിതല് കയറി. അപ്പോൾ ഇദ്ദേഹം ഇത് അറിയുന്നില്ല. ചിതല് കയറി കഴിച്ച് അവസാനം 2 തൂവൽ മാത്രമായി. അപ്പോൾ ദൈവം അവസാനം നോക്കിയപ്പോഴത്തേന് ഇദ്ദേഹത്തിന് 2 തൂവലേ ഉള്ളൂ. അപ്പോൾ പുള്ളി അദ്ദേഹത്തോട് പറഞ്ഞു, നിൻ്റെ ഈ ഒരു ഡെഡിക്കേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് നീ പഠിച്ചത് മുഴുവൻ നിനക്ക് ജീവിതത്തിൽ പ്രയോജനപ്പെടട്ടെ എന്ന് പറഞ്ഞു അദ്ദേഹം അനുഗ്രഹിച്ചു. അതിനടുത്തുള്ള വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു റാക്കൽട്ടൈ ട്രോങ്കോ വളരെ ബുദ്ധിമാനായ ഒരു പക്ഷിയാണ്. അപ്പോൾ ഇദ്ദേഹം ഇര തേടുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം ഇതുപോലുള്ള കുറച്ച് പക്ഷികളുടെ ഏതെങ്കിലും കുറച്ച് മെയിനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഭക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാണികളൊക്കെയാണ്. പ്രാണികൾ, പൂച്ചകൾ, പുഴുക്കൾ, അങ്ങനെയൊക്കെയുള്ള പക്ഷികൾ, അങ്ങനെയുള്ള സംഭവങ്ങളാണ്. അപ്പം ഇദ്ദേഹം ഏതെങ്കിലും ഇത് പ്രാണികളെ കൂടുതലായിട്ട് പിടിക്കുന്ന പക്ഷികളുടെ ശബ്ദം ഇദ്ദേഹം അനുകരിക്കുമ്പോഴത്തേന് ആ പക്ഷി വരും. ആ പക്ഷി വന്നിട്ട് ഇതുപോലെ ഏതെങ്കിലും പ്രാണികളൊക്കെ ആ പുള്ളിക്കാരൻ പോയി ചകഞ്ഞ് കണ്ടുപിടിക്കുമ്പോഴത്തേന് അവൻ്റെ കയ്യിൽ അടിച്ചു മാറ്റും. ഇതാണ് ഇവൻ്റെ ഒരു സ്ഥിരം പരിപാടി. അപ്പം ഇങ്ങനെ ഒരു വളരെ പ്രത്യേകമുള്ള പക്ഷിയുടെ സൗണ്ടാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, റാക്കൽട്ടൈ ട്രോങ്കോ. ബേഡിങ് എന്ന് പറഞ്ഞാൽ ഒരു മെഡിറ്റേഷന് തുല്യമാണ്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മളൊരു കറക്റ്റ് ഒരു ക്യാമറ എടുത്താൽ തന്നെ ഒരു ബേർഡ് വന്ന് ഇരിക്കുക, നമ്മൾ ആ മൊമെൻ്റ് നോക്കി പോവുക, ആ സമയത്ത് ക്ലിക്ക് ചെയ്യുക, ഒബ്സർവേഷൻ എന്നൊക്കെ പറഞ്ഞത് ഭയങ്കര സത്യം പറഞ്ഞാൽ ഒരു മെഡിറ്റേറ്ററിന് തുല്യമായിട്ടുള്ളൊരു കാര്യമാണ് അവിടെ ആ നിമിഷം ചെയ്യുന്നത്. അപ്പോൾ ആ മൊമെൻ്റ് നോക്കി, അപ്പോൾ ഈ ക്ലിക്ക് ചെയ്യുന്നതിൻ്റെ ആ ഒരു അവസരം അതെങ്ങനെയാണ് നമ്മളെങ്ങനെ ആ ഒരു മൊമെന്റിനെ കുറിച്ച് പറയാം. ക്ലിക്ക് ചെയ്യുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ, അത് വളരെ 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 എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ചോദ്യമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും ഈ ബേഡിങ് അല്ലെങ്കിൽ ഈ ഒരു യാത്രകൾ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ബേഡിന് വേണ്ടി മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്യുന്നതുകൊണ്ടോ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഗുണം, ഞാൻ വിശ്വസിക്കുന്നത് പ്രതീക്ഷകളില്ലാതിരിക്കുക. ജീവിതത്തിൽ നമ്മൾ ഒന്നിനോടും അധികമായിട്ട് ആഭിമുഖ്യം പ്രകടിപ്പിക്കുക അല്ലെങ്കിൽ
എനിക്കത് കിട്ടിയേ തീരുമെന്ന് വാശി പിടിക്കുകയോ ചെയ്യുന്നത് മണ്ടത്തരമാണെന്ന് എനിക്ക് തിരിച്ചറിഞ്ഞ ഒരു നിമിഷമാണ് നമ്മൾ ഈ ബേഡിങ്ങിന് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ജോലി ചെയ്യുക, കിട്ടിയാൽ കിട്ടി. ആ ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ അത് വരുത്തും. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നമുക്കതനുസരിച്ച് മനസ്സിലാക്കാനും നമുക്ക് അമിതമായിട്ടുള്ള സങ്കടമോ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള നിരാശയോ ഒരുപാട് പ്രതീക്ഷകൾ വെച്ച് പുലർത്തിയിട്ട് അതിൽ നിന്നുണ്ടാകുന്ന വിഷമങ്ങളോ ഒന്നും ഇല്ലാതാവാൻ എനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ടുള്ള സംഭവമാണ് ഈ ബേഡിങ്. കാര്യം നമ്മളൊരു ബേഡിനെ വേണ്ടി ഞാൻ പറഞ്ഞല്ലോ, ഈ ബ്ലൂ ക്യാപ്ഡ് റോക്ക് സ്റ്റേഷൻ്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞു. എത്രയോ വർഷങ്ങൾ, എത്രയോ സ്ഥലങ്ങൾ. അപ്പം നമ്മൾ മുൻകൂർ പ്രതീക്ഷകൾ, എനിക്ക് അവിടെ പോയിട്ട് ബേഡിന് നല്ലൊരു പടം കിട്ടണമെന്നുള്ള പ്രതീക്ഷയോടുകൂടി പോയിട്ട് ഒരു കഥയില്ല. എന്നാൽ നമ്മളൊരു പ്രതീക്ഷയുമില്ലാതിരിക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ വന്ന് ഇത് നേരുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് അത് ജീവിതത്തിൽ തന്നെ നമുക്ക് ഒരു പാഠമാക്കാവുന്ന ക്ഷമയും പ്രതീക്ഷകളില്ലാതെ ജീവിക്കാനും നമ്മളെ പഠിപ്പിക്കാറുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊരു വലിയ പാഠം തന്നെയാണ്. പിന്നെ അത് ആ ഒബ്സർവേഷൻ, അതുപോലെ ക്ലിക്ക് ചെയ്യുന്ന മൊമെൻറ്റ് നമ്മൾ പിന്നെ മൊമെൻ്ററി ആയിട്ട് തോന്നുന്നതല്ലേ, ആ സമയത്ത് തോന്നുന്നതല്ലേ ക്ലിക്ക് ചെയ്യുന്ന മൊമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് പ്രധാനമായിട്ടൊരു ബേർഡ് ഫോട്ടോഗ്രാഫിയിൽ നമ്മൾ കൂടുതലും ശ്രദ്ധിക്കുന്നത് അതിൻ്റെ ഒരു ഐ ലെവലിൽ അതിൻ്റെ കറക്റ്റായിട്ട് അതിൻ്റെ കണ്ണ് ഫോക്കസ് ആവുന്ന രീതിയിലുള്ള ഫോട്ടോസ് എടുക്കാനായിട്ടായിരിക്കും കൂടുതൽ ശ്രമിക്കുന്നത്. കാര്യം കണ്ണിലാണ് അതിൻ്റെ ജീവനിരിക്കുന്നത്. കണ്ണിനകത്തുള്ള ക്യാച്ച് ലൈറ്റ് കിട്ടുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഒരു നല്ലൊരു ബേർഡ് ഫോട്ടോ കിട്ടുന്നതിനകത്തുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് അത് നമുക്ക് കൃത്യമായിട്ടൊരു ക്യാമറയിലേക്ക് അതിൻ്റെ ഒരു ഐ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷനിൽ കൃത്യമായ അതിൻ്റെ ഒരു പെർച്ചിങ്, അതിൻ്റെ ഒരു അതിൻ്റെ ഒരു പോസ്റ്ററിങ്, അത് ആ ഒരു മൊമെൻറ്റിൽ ക്ലിക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഒരു ബേർഡ് ഫോട്ടോഗ്രാഫറിയിലുള്ള. പിന്നെ അതുപോലെ തന്നെ ഈ ബേർഡ്സിൻ്റെ പിന്നെ സ്വഭാവങ്ങൾ കുറേയൊക്കെ മനസ്സിലാക്കണം. സ്വഭാവങ്ങൾ തീർച്ചയായും ബേർഡ്സിൻ്റെ സ്വഭാവങ്ങൾ നമുക്ക് ഈ ഒരു ഫോട്ടോ എടുക്കാൻ പോകുമ്പോഴത്തേക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സംഭവമാണ്. ചില ബേർഡ്സ് വളരെ ഷൈ ആയിരിക്കും, ഡിസ്റ്റർബൻസ് ഇഷ്ടപ്പെടാതെ അവർ ദൂരേക്ക് പോകുന്ന ബേർഡ്സ് ആയിരിക്കും. ചില ബേർഡ്സ് വളരെ 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 ആൻഷ്യസ് ആയിരിക്കും. ചിലത് വളരെ ക്യൂരിയോസിറ്റി ഉള്ളതായിരിക്കും. ഒബ്സർവേഷനും എക്സ്പീരിയൻസും കൊണ്ട് മാത്രം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഒരു ബേർഡിൻ്റെ നേച്ചർ, ഒരു ബിഹേവിയർ, അത് നമുക്ക് തീർച്ചയായും നമുക്ക് അതിൻ്റെ പുറകെ പോയാലേ മനസ്സിലാക്കാം. ഹോംവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം നമ്മുടെ ഫ്രീ ടൈമിൽ നമ്മൾ എങ്ങോട്ടെങ്കിലും പോകാനായിട്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ആ ഒരു ലൊക്കേഷനിൽ നമുക്ക് ഏതൊക്കെ ബേർഡ്സിനെ സ്പോട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിവരം നമുക്ക് ശേഖരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അത് മുൻകൂട്ടി അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് തയ്യാറെടുപ്പുകൾ നടത്താം എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ധാരണ കിട്ടും. അതുകൊണ്ട് ഈ ബേർഡ് പോലുള്ള സൈറ്റുകൾ നമുക്ക് ഉപകാരപ്പെടുന്നുണ്ട്. അതിനകത്ത് ലൊക്കേഷൻ ഹോട്ട്സ്പോട്ട് ഉണ്ട്. അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ബേർഡ് നമ്മളൊരു ഇൻ്റർനാഷണൽ സൈറ്റാണ്. അതിൽ നമ്മുടെ ലൊക്കേഷൻസിലുള്ള ഏതൊക്കെ ബേർഡ്സിനെ നമുക്ക് സ്പോട്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും. അതനുസരിച്ച് നമുക്ക് തയ്യാറെടുപ്പ് നടത്താൻ പറ്റും. അതുപോലെ നമ്മൾ ബാക്ക് ഡ്രോപ്പ് എന്തായാലും ചൂസ് ചെയ്യണ്ടേ, അങ്ങനെയൊക്കെ ഉണ്ടോ? അതോ നമ്മൾ ചിലയിടത്ത് ഇന്ന് തന്നെ 3 ഫോട്ടോസ് എടുത്തല്ലോ, ഒരെണ്ണം ഇച്ചിരി ഷെയ്ഡ് വന്നു. അപ്പോൾ ബാക്ക് ഡ്രോപ്പ് ഒരു ഭയങ്കര തീർച്ചയായും ബേർഡ് ഫോട്ടോഗ്രാഫി എന്നല്ല, ഏത് ഫോട്ടോഗ്രാഫി ആയിക്കോട്ടെ, ഫ്രെയിം ഒരു ഭയങ്കര വലിയ ഘടകമാണ്. അപ്പോൾ ഈ നേരത്തെ നമ്മൾ സംസാരിച്ച ഈ എക്യുപ്മെൻറ്റ്സിൻ്റെ ഒരു പ്രശ്നം, ഭാരം കൂടുതലാണ്, പിന്നെ കാട് കയറുമ്പോൾ ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഈ ബേർഡിങ്ങിൽ സ്പെസിഫിക് ആയിട്ട് ബേർഡിങ്ങിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ബേർഡിങ്ങിൽ നമുക്ക് ലൈറ്റ് തന്നെയാണ് ഏറ്റവും വലിയ വിഷയം. ഏറ്റവും വലിയ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഷോർ പോലെ, അതായത് കടൽത്തീരം പോലുള്ള സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ ഓപ്പണായിട്ടുള്ള ഈ വെറ്റ്ലാൻഡ്സിലൊക്കെ നമ്മൾ ചെല്ലുന്ന സമയത്ത് നമുക്ക് വെട്ടം, ലൈറ്റിന് വലിയ വിഷയമാണ്. അവിടെ വളരെ കൂടുതലുള്ള ലൈറ്റായിരിക്കും നമ്മൾ നേരിടേണ്ടി വരിക. ഇതുപോലുള്ള റെയിൻ ഫോറസ്റ്റുകൾ നമുക്ക് കുറഞ്ഞ ലൈറ്റായിരിക്കും നമുക്ക് നേരിടേണ്ടി വരിക. അപ്പോൾ ഈ ലൈറ്റിനെ നമ്മൾ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ബേർഡ് ഫോട്ടോഗ്രാഫിയിൽ ഏറ്റവും ഒരു ഒരു സാഹസികതയായിട്ട് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് നമുക്ക് നേരിടേണ്ടി വരുന്ന സന്ദർഭം എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തെ കാര്യം ബേർഡ് ബിഹേവിയർ ആണ്. നമുക്ക് ഒരു ബേർഡിനെ നമുക്ക് ഒരിക്കലും ഒരു ഫ്രെയിമിനുള്ളിലാക്കാൻ നമുക്ക് ചിലപ്പോൾ ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. കുറേ നേരം അതിൻ്റെ പിന്നാലെ പോകേണ്ടി വരും. ക്ഷമ, അതും ഒരു വലിയ ഘടകമാണ് ബേർഡ് ഫോട്ടോഗ്രാഫി. അങ്ങനെ വൈഡായിട്ടോ അല്ലെങ്കിൽ വാസ്റ്റായിട്ടോ എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു ഐഡിയ ഒന്നും ഇതുവരെ ഇല്ല. എങ്കിലും എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന എന്നോട് അധികം താല്പര്യമുള്ള കുറച്ച് ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് കുറച്ച്
എക്സിബിഷൻസ് കണ്ടക്ട് ചെയ്യണം, കുറച്ച് സ്കൂളുകളിൽ കണ്ടക്ട് ചെയ്യണം, ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് കൺവേ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാവണം. അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഐഡിയകൾ കുറച്ച് ആൾക്കാർ ഷെയർ ചെയ്തിട്ടുണ്ട്. വളരെ നല്ല ഐഡിയ ആണ്. പക്ഷേ ആ ഐഡിയയിലേക്ക് എത്തിപ്പെടണമെങ്കിൽ ഞാൻ ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോഴും ഞാനൊരു ബിഗിനറാണ്. എനിക്ക് എല്ലാ ബേഡ്സിനെ കുറിച്ചോ അവഗാഹമോ അല്ലെങ്കിൽ എല്ലാ ബേഡ്സിൻ്റെ നേച്ചറിനെ കുറിച്ചോ ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാനുള്ളൊരു അറിവ് എനിക്കിപ്പോഴും ഉണ്ടായിട്ടില്ല. അത് ഉണ്ടാവുന്നൊരു കാലഘട്ടത്തിൽ അതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാനാവും. അത് കോൺസ്റ്റൻ്റായിട്ട് അതിനെ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്നാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ.